ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കണം. 2 ദിവസം മുന്നേ നമ്മളിവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ എണീറ്റപ്പോ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോ മഴ ഇങ്ങനെ തകർത്ത് വീണായിട്ടുള്ള ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ടുള്ള ആദ്യമായിട്ടുള്ള നല്ല ഉഷാർ മഴയായിരുന്നു ഇന്നലെ രാത്രി തോന്നുന്നു. 2 ദിവസമായിട്ട് മഴ കുറച്ച് പിന്നിക്കായിരുന്നല്ലോ. ഇന്ന് രാവിലെ എണീറ്റ് ഇവിടെ ബാൽക്കണിയിൽ എത്തിയപ്പോ നല്ല ചെറിയ കാറ്റും ചാറ്റൽ മഴയായിട്ട് ആകെ ഇങ്ങനെ നനഞ്ഞു കിടക്കണു. എപ്പോഴും ഈ ഒരു സമയമായി കഴിഞ്ഞാണ്ടല്ലോ എനിക്കിങ്ങനെ ഞാൻ MES പഠിച്ചിരുന്ന സമയത്ത് മഴയത്ത് ജൂൺ ജൂലൈയിലൊക്കെ നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ ആകെ നനഞ്ഞിട്ട് സ്കൂളിൽ പോകുമല്ലോ. ആ ഒരു കാലം എനിക്കിങ്ങനെ ഓർമ്മ വരും. അങ്ങനെ നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു സൈഡിൽ പടിഞ്ഞാറ് കടൽ വരുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ നല്ല കാറ്റാണ് ഇവിടെ നിന്ന് വരിക. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വലിയ പ്ലാനൊന്നുമില്ല. ഇന്നലെ രാത്രി അത്യാവശ്യം ടഫായിട്ടുള്ള രാത്രിയായിരുന്നു. കാരണം ഒരു 11 മണിയാകുമ്പോൾ എണീറ്റിട്ട് പിന്നെ ഒരു 4 മണിയാകുമ്പോഴാണ് ഉറങ്ങുന്നത്. അതുകൊണ്ട് നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ തെറ്റി. നമ്മളും ഏകദേശം ഒരു 3:30-4 മണിയായി ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം രാവിലെ എണീറ്റിട്ട് ചെറുതായിട്ട് ഞാനും വിഷ്ണു കൂടെ വർക്കൗട്ട് ചെയ്യാറുണ്ട് കേട്ടോ. കാര്യമായിട്ടൊന്നുമല്ല, ഫ്ലോ വർക്കൗട്ട്സ്, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. ഇന്ന് തൊട്ട് ഡംബലെടുത്ത് തുടങ്ങാന്ന് വിചാരിച്ചായിരുന്നു. വിഷ്ണുവിന്റെ അച്ഛൻ സ്ഥിരമായിട്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അച്ഛൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ജിം സെറ്റപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇന്നലത്തെ ഉറക്കം ശരിയാവാത്തത് കാരണം ഇന്ന് രാവിലെ കുറച്ചധികം നേരം കിടന്ന് ഉറങ്ങേണ്ടി വന്നു. യൂഷി ഇപ്പൊ ഒരു അമ്മക്കുട്ടി ആയിരിക്കണോ? യൂഷിയുടെ നെറ്റിയിൽ കണ്ടോ ഒരു കൊതു കൊടുത്ത ഗിഫ്റ്റാ അല്ലേ? ഒരു കൊതു കൊടുത്ത ഗിഫ്റ്റാ. നെറ്റ് കാണിച്ചു കൊടുക്കൂ യൂഷിക്ക്. നെറ്റ് കാണിച്ചു കൊടുക്കൂ യൂഷി. ഇവിടെ വന്നിട്ട് ഇവന് കൊതു കടിച്ചിട്ട് അങ്ങനെ വലിയ ശീലമില്ലല്ലോ. അപ്പൊ മേല് മുഴുവൻ കൊതു കടിക്കുമ്പോ വലിയ 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 പാടുകളായിട്ട് വരാം. ഇന്നലെ നമ്മൾ സ്കിൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. 1-2 എന്താ പറയാ ക്രീമോ ഓയിൻമെന്റ്സ് ഒക്കെ നമ്മളിപ്പോ തേക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യൂഷി ഇപ്പൊ ഒരു അമ്മക്കുട്ടിയാണ്. അച്ഛൻ്റെ അടുത്ത് വരെ പോകാറില്ല. അപ്പൊ വിഷമമുണ്ടോ വിഷ്ണു അതില്? മുടി കെട്ടണം, മുടി വെട്ടണം, രണ്ടും നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മൾ അന്വേഷിച്ചോണ്ടിരിക്കുക കോഴിക്കോട് എവിടെയാണ് കുഞ്ഞു കുട്ടികളുടെ മുടി വെട്ടുക എന്നുള്ളത്. യുവിക്ക് വേറെ ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. എന്തും അവരെ വെച്ച് നമുക്ക് ചെയ്യാം. മുടി എന്ന് പറഞ്ഞ സാധനം തലയിൽ നമ്മൾ തൊടാൻ പാടില്ല. കൈ കൊണ്ട് ഒന്ന് തൊട്ടാൽ തന്നെ ആദ്യം നമ്മൾ ചീത്ത അറിഞ്ഞു തുടങ്ങും. പിന്നെ ആകെ കരഞ്ഞ് കച്ചറയ്ക്കുന്നതാണ് അല്ലേ യുവി? അവന് സമയം കളയണ്ട. വെൽക്കം ടു yet another episode of Tani Malayalis. പ്രഹസനം പ്രഹസനം പ്രഹസനം. ഇതുണ്ടോ ഒന്ന് ഇവിടെ തലയില് എന്തടാ കണ്ടോ? ഇവിടെ ഇതൊക്കെ കൊതുവിന്റെ സമ്മാനങ്ങളാണ്. ഇവിടെ ഇതാ. പിന്നെ കാലില് എവിടെ ഒരു കാലിലും ഇവിടെയും കൂടെ ഉണ്ടായിരുന്നു. അതാ അങ്ങനെ കുറച്ച് സമ്മാനങ്ങൾ കൊതു കൊടുത്തിട്ടുണ്ട്. 2 ദിവസത്തിൽ ഇത്ര അധികം ഗിഫ്റ്റ് കിട്ടിയോ യുവിക്ക് കൊതുവിൻ്റെന്ന്? എനിക്ക് എപ്പോഴും ഞാനിവിടെ ബാൽക്കണിയിൽ നിന്ന് വർത്താനം പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമെന്ന് എനിക്ക് സംശയം കേട്ടോ. കാരണം നേരെ ഇവിടെ കാണുന്നത് റോഡാണ്. ഇത് മെയിനായിട്ടുള്ള റോഡാട്ടോ. അപ്പോൾ നല്ല വണ്ടികളുടെ ശബ്ദം ഉള്ളത് കാരണം എത്രത്തോളം ഞാൻ പറയുന്നത് കേൾക്കുന്നൊരു സംശയമാണ്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ മൈക്കൊക്കെ ഇട്ടിട്ട് വർത്താനം പറഞ്ഞു തുടങ്ങണം. യുവി ദൂരത്ത് തന്നെ കണ്ടിരിക്കണം കേട്ടോ. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞല്ലോ. രാവിലെ തുടങ്ങുന്ന ചിണുങ്ങലുണ്ട്. നമുക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ. നല്ലോണം മഴ പെയ്യുണ്ടെങ്കിലും ഫാൻ ഇടാതെ 1 മിനിറ്റ് ഇരിക്കാൻ വയ്യ. നല്ല ചൂടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് ഈ രണ്ടും കൂടെ വർക്ക് ആവണത് എന്നുള്ളത്. കാരണം മഴ പെയ്യുണ്ടെങ്കിലും നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട്. നമുക്ക് അപ്കമ്മിങ് ആയിട്ട് 2-3 യാത്രകളുണ്ട് കേട്ടോ. ഒന്ന് ബാംഗ്ലൂർ പോകണം, അൽക്കനെയും വൈശാഖ് സാറിനെയും കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ വരുമ്പോൾ ആക്ച്വലി അവിടെ ഇറങ്ങിയിട്ട് വന്നാലോ എന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് വീട്ടിലെത്താനുള്ള ഒരു ആഗ്രഹം നമുക്ക് 2 പേർക്കും ഉണ്ടായത് കാരണം വീട്ടിൽ വന്ന് ഒരാഴ്ച നിന്നതിന് ശേഷം അൽക്കനെയും വൈശാഖ് സാറേയും കാണാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ 2 സൂറത്തിലൊന്ന് പോകാനുണ്ട്. സൂറത്തിൽ അച്ഛൻ്റെ ഫസ്റ്റ് കസിൻ ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ സൂറത്തിലൊന്ന് പോയി അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം തവണ. അപ്പം അങ്ങനത്തെ 2 പ്ലാനുകൾ നമുക്ക് അടുത്ത ഒരാഴ്ചയിലുണ്ട്. ഒരു വർക്കൗട്ട് നടന്നില്ലല്ലോ പുത്രം കാരണം. ഒരു കാര്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത്.
വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്തോ? ആരൊക്കെ രാവിലെയാണോ? ഓ US-ലാവുണ്ട് അല്ലേ? അൺടൈമിലാണ് ഇവിടെ. വിഷ്ണു ഫുട്ബോൾ ഫോളോ ചെയ്യാറുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് രഹസ്യം പറഞ്ഞിരട്ടെ, പുട്ടിൽ എനിക്ക് ആരോ കൈവശം തന്നിട്ടുണ്ട്. കഴിക്കാനല്ല കേട്ടോ, ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമായത് കാരണം ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഞാൻ പുട്ടുണ്ടാക്കാറുണ്ട് അവിടെ. നമ്മുടെ നല്ല അടിപൊളി ചിക്കൻ എന്നൊക്കെ പറയാൻ വേണ്ടി വരുമ്പോൾ അമ്മ പറയുന്ന കാര്യമായിരുന്നു, ഭക്ഷണം കഴിക്കാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. എത്ര കൊല്ലായി അമ്മ അടുക്കളയിൽ? ഇത് നമുക്ക് ഇന്ന് ഉച്ചക്ക് ചിക്കൻ. ഇത് ഉച്ചക്കുള്ള ചിക്കനാണോ അമ്മ? പക്ഷെ ഈ അടുക്കളയിൽ കിടന്ന് കളി ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ. ഈ 3 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ആരോ പറഞ്ഞു പറ്റിച്ചതാണ്. പ്രത് പറയണത് കേട്ടോ, നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ സ്കാം കുക്കിംഗ് ആണ്. 2 മണിക്കൂർ പണിയെടുത്ത് 10 മിനിറ്റ് കൊണ്ട് അത് തീർക്കുമെന്ന്. പിന്നെ 2 മണിക്കൂർ പണിയെടുക്കും. യുവിയുടെ രാവിലത്തെ ഉറക്കം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അമ്മമ്മയ്ക്ക് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഡിമെൻഷ്യയുടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അമ്മമ്മയ്ക്ക് 96 വയസ്സായിരുന്നു കേട്ടോ. ഇപ്പോൾ 97 റണ്ണിങ്. അപ്പോൾ കഴിഞ്ഞൊരു 2 മാസമായിട്ട് അമ്മമ്മ കംപ്ലീറ്റ്ലി ബെഡ് റിഡൻ ആയിപ്പോയി. അതുവരെ അമ്മമ്മ നടക്കും, ഇടയ്ക്ക് ഓർമ്മ വരും, ഇടയ്ക്ക് ഓർമ്മ പോവും. വിഷ്ണുവിനെയൊക്കെ ഓർമ്മയുണ്ടായിരുന്നു, എന്നെ ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ലെങ്കിലും. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞൊരു 2 മാസമായിട്ട് പറ്റ ബുദ്ധിമുട്ടായിരിക്കണു. ആ റൂമിൽ തന്നെയാണ് അമ്മമ്മ അധികം അങ്ങനെ ഓർമ്മയൊന്നുമില്ല. വിഷ്ണുവിനൊന്നും കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. ഈ പ്രായമാവുക എന്ന് പറഞ്ഞാലേ മനുഷ്യന് തോൽപ്പിക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമാണ് പ്രായമാവല്. നമുക്ക് അങ്ങോട്ട് കഷ്ടമാണ് ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ പ്രായമാവുന്നത്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ അച്ഛമ്മ, അമ്മമ്മ, എല്ലാവർക്കും പ്രായമായതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളിലൂടെ അല്ലേ പോണേ. ഇവിടെ അമ്മമ്മ. അപ്പോൾ അതിങ്ങനെ നമ്മൾ അത്രയും ആക്റ്റീവായിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരല്ലേ അവരൊക്കെ. അപ്പോൾ ഒരു കഷ്ടം തോന്നും ഇങ്ങനെ കാണുമ്പോൾ. ഞാനും അമ്മയും കൂടെ സെറ്റ് സാരി എടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളൊന്ന് ഗുരുവായൂർ പോകുന്നുണ്ട്. ഇത്തവണ വന്ന ഉടനെ ഗുരുവായൂർ വരാന്നുള്ളത് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗുരുവായൂർ എത്തിയ മഴ പ്രശ്നമില്ലല്ലോ, ഷെഡല്ലേ. മൊത്തം ഒരു അതെ. 2 അമ്മ അച്ഛന്മാരും നമ്മളും യുവിയും കൂടെ ഒന്ന് ഗുരുവായൂർ പോയിട്ട് വരാം. അമ്മ നമ്മുടെ കുറച്ച് സെറ്റ് സാരി എനിക്ക് ഓഫർ ചെയ്തു. ഇല്ല, അതൊന്നും ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ഇങ്ങനെ കരയിൽ കുറെ കളേഴ്സ് വരുന്ന സെറ്റ് സാരി ഉണ്ട്, ഞാൻ അങ്ങനെ കണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു ആഗ്രഹം അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ മുറ്റത്ത് നടക്കുകയായിരുന്നു കേട്ടോ. നല്ല മഴക്കാറുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്ക് അത്യാവശ്യം നല്ലൊരു മഴ വരുന്നുണ്ടായിരിക്കും. ഞങ്ങളൊന്ന് പോയിട്ട് ഒരു 5-6 മാസത്തിൽ തിരിച്ചു വന്നപ്പോൾ 2 വീട്ടിലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നേ. എൻ്റെ വീട്ടിൽ കണ്ടില്ലേ, ഹോളും അമ്മയും അച്ഛനും കിടക്കുന്ന റൂമും ഒക്കെ റെനോവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയും പുറത്തൊക്കെ അത്യാവശ്യം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന മാവാണ് നമ്മുടെ മെയിൻ തണല് കേട്ടോ. നല്ല വലിയ മാവാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വീട്ടിൽ എന്തൊക്കെയാ മാറ്റം വന്നേന്നറിയോ? ഞാൻ പറയണ എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ബാക്കിൽ ഓട്ടോന്റെയും ബൈക്കിന്റെയും ശബ്ദം കാരണം ഞാൻ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അവർ ഇങ്ങനെ കാർ ഷെഡ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. കാരണം കാറിൽ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര മഴയുടെ ചാറ്റടിച്ചിട്ട് കാറ് ഫുൾ നനയുക. അപ്പോൾ അവർ ഫ്രണ്ടിൽ ഇത്രയും പോർഷൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. പിന്നെ മുകളിൽ കണ്ടോ, ബാൽക്കണിയിലും പിന്നെ അതേപോലെ വിൻഡോൻ്റെ അവിടെയൊക്കെ അവരിങ്ങനെ ഒരു ഷെയ്ഡ് പോലെ വെച്ചു. എന്നാൽ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ വീടിൻ്റെ അകത്തേക്ക് നമുക്ക് മഴപ്പാറ്റിലൊന്നും മഴച്ചാറ്റൽ ഒന്നും അടിക്കില്ല. ബാൽക്കണിയിൽ നമുക്ക് സുഖമായിട്ടിരിക്കാം, ഒട്ടും മഴയൊന്നും നനയില്ല. പിന്നെ സോളാർ വെച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്തെന്താ, മുറ്റം നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഈ അറ്റം തൊട്ടിട്ട് ആ അറ്റം വരെ കിടക്കുന്ന വലിയൊരു മുറ്റായിരുന്നു. നമുക്ക് 100 മീറ്റർ റേസ് ഒക്കെ വേണമെങ്കിൽ വെക്കായിരുന്നു. അവിടെ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനൊരു കുഞ്ഞു പാർട്ടീഷൻ അച്ഛൻ ചെയ്തു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഇൻ്റർലോക്ക് ഇല്ലേ, ഇതേപോലത്തെ ഇൻ്റർലോക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് അവിടെ മണ്ണാക്കി. അവിടെ ഇനി കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇനി എന്താ പറയുക, പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ചെറുതായിട്ട് കൃഷി ചെയ്ത് തുടങ്ങണം എന്നാണ് അച്ഛൻ പറയണത്. അപ്പോൾ എന്തായാലും അവർക്കും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കുമല്ലോ. പിന്നെ പുറത്ത് ഈ ഷെഡൊന്ന് അത്യാവശ്യം പുതുക്കി പണിതു. ഇത് ആക്ച്വലി നല്ലൊരു സിസ്റ്റമാണ് കേട്ടോ. നമ്മുടെ അവിടെ ആംസ്റ്റർഡാമിലും വീട്ടിൽ നമുക്ക് പുറത്തൊരു ഗരാജ് ഉണ്ടല്ലോ. നമുക്ക് വീട്ടിൽ ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ എടുത്തു വെക്കേണ്ട കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി നല്ലൊരു സിസ്റ്റമാണ്.
പിന്നെ പുറത്തുള്ള ഷെഡാവുകൊണ്ടേ കണ്ടോ ഇങ്ങനെ ഓരോ കുഞ്ഞു സ്ഥലങ്ങളും ഇങ്ങനെ നെറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഇവിടെ വരുത്തിയിട്ടുണ്ടായിരുന്നു, നല്ല കുറേ കുഞ്ഞു കുട്ടി മാറ്റങ്ങൾ. പക്ഷെ ഈ ഒരു കാർ പോർച്ചൊന്നും ഇത് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തോടുകൂടെ വീടിൻ്റെ വലുപ്പം കുറച്ച് നല്ലോണം വലുതായതുപോലെ ഉണ്ട് ഇല്ലേ. രാവിലെ എണീറ്റപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ നല്ല രസമുണ്ട്. അധികം വെയിലൊന്നുമില്ല, എന്നാൽ നല്ല മഴക്കാറൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു കാലാവസ്ഥ. കുറച്ച് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് വെച്ചോട്ടോ. ഞാൻ പല നേരം സെറ്റ് സാരി നോക്കണമെന്ന്, അത് നോക്കാൻ വേണ്ടി ഒന്ന് പുറത്ത് പോകണം. ഇത് യുവിയുടെ പുതിയ ബിബാണ്. കഴുത്തിലൂടെ കിട്ടുന്ന ബിബ് നമുക്ക് വർക്ക് ആവാത്ത കാരണം മുഴുവൻ ഷർട്ട് പോലെ ഇടിക്കുന്നൊരു ബിബാണിത്. ഇതെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ മെസ്സേജ് ചെയ്തതാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇവിടെ 11 മണിയുടെ സ്നാക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാങ്ങയാണെന്ന്. ഇത് വീട്ടിലുണ്ടായ മാങ്ങയാണമ്മ? ഇവിടെ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിട്ട് അമ്മയും അച്ഛനും കഴിഞ്ഞ മാസങ്ങളായി കുറെ മാങ്ങ അടിച്ചു കയറ്റി അവസാനം അവർക്ക് പേടിച്ചിട്ട് ഒരു ഷുഗർ ടെസ്റ്റ് എടുത്തു തന്നു. ഷുഗർ ഉണ്ടായിരുന്നോ? മൾട്ടി വൈറ്റമിൻ കഴിക്കണം. ഇത് എല്ലാ ദിവസവും എടുത്ത് റെഡിയാക്കി വെക്കുക എന്നല്ലാതെ കഴിക്കുന്നത് ഇപ്പോൾ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് റെഗുലറായിട്ട് കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരട്ടെ. ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് എഴുതി ഉണ്ടാക്കിയതാട്ടോ. തിങ്സ് ടു ചേഞ്ച്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണിയാകുമ്പോഴെങ്കിലും കിടന്ന് ഉറങ്ങണം, രാവിലെ 7 മണിക്കെങ്കിലും എണീക്കണം. പിന്നെ ഞാൻ എണീറ്റ് കഴിഞ്ഞാണ്ടല്ലോ ബെഡിൽ കിടന്ന് ഒരുപാട് സമയം കളയും. കണ്ണ് തുറന്നുടനെ ഞാൻ ബെഡിൽ നിന്ന് എണീക്കില്ല. കടന്ന് ഉരുണ്ട് കളിച്ച് കുറേ ആലോചിച്ച് ചിന്തിച്ച് കിടന്ന് പിന്നെയും ഉറങ്ങി, അങ്ങനെ ഒരുപാട് സമയം എണീറ്റുണ്ടെങ്കിൽ തന്നെ പോവും. അപ്പോൾ അത് മാറ്റണം എന്നാണ് വിചാരിക്കണത്. പിന്നെ മൾട്ടി വൈറ്റമിൻ എല്ലാ ദിവസവും റെഗുലറായിട്ട് കഴിക്കണം. പിന്നെ വൈകുന്നേരം ഒരു 7 മണിക്കെങ്കിലും ഞാൻ ഈവനിങ്ങാണ് കുളിക്കാറ്, എൻ്റെ കുളി അവസാനിപ്പിക്കണം. ഇപ്പോൾ പോയി കുളി രാത്രി 10 മണി 12 മണി ചില ദിവസം 1 മണിക്കൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇന്ന് തൊട്ട് ചേഞ്ച് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എല്ലാ ദിവസവും ഞാൻ ഇത് എഴുതും ഇനി. കാരണം എഴുതുമ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ തലയിൽ കൂടുതൽ കയറുന്ന പോലെ എനിക്ക് തോന്നും കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഞാനതൊന്ന് എഴുതി കഴിഞ്ഞാൽ ആ ദിവസം ചെയ്യാനൊരു എനർജി എനിക്ക് കിട്ടുന്ന ഓരോരുത്തർക്കും ഓരോ മെക്കാനിസം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഇന്നലെ എഴുതി സെറ്റാക്കി വെച്ചതാണിത്. ഇപ്പം എൻ്റെ അടുത്തുള്ള 3 കുഞ്ഞു ബുക്കാണ് കേട്ടോ. ഇതെൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് എഴുതുന്നൊരു ബുക്ക്. ഇത് എൻ്റെ കോണ്ടൻസ് ഞാൻ പ്ലാൻ ചെയ്യുന്നൊരു ബുക്ക്. പിന്നെ ഇത് ഞാൻ ഒരു കാര്യം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഹോംവർക്ക്സ് ചെയ്യുന്നൊരു ബുക്ക്. അങ്ങനത്തെ 3 ബുക്കാണ് ഇപ്പം എൻ്റെ കയ്യിൽ. ബുക്കില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ചെറിയൊരു കുളി ഒളിച്ചു കേട്ടോ. നമ്മൾ ഡയറിയിൽ എഴുതി വെച്ചതുപോലെ എൻ്റെ കുളി എനിക്ക് എപ്പോഴും ഒരു ദിവസത്തിൻ്റെ ലാസ്റ്റ് ഭയങ്കര സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല നമ്മുടെ തണുത്ത വെള്ളത്തിലൊരു കുളി വിളിച്ചു, നല്ല സുഖമുണ്ട്. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ല കേട്ടോ. രാവിലെ എണീറ്റിട്ട് ഞാൻ ചേഞ്ച് ചെയ്ത ഡ്രസ്സായിരുന്നു. അത് കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് മുടിയൊക്കെ ഉണക്കി ഒന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് നമുക്ക് താഴെ പോവാം. യുവി താഴെ നമ്മുടെ അടുത്തുണ്ട്. നാട്ടിൽ വന്നാൽ ഈ 2 വീടും തമ്മിൽ ഓടിക്കളി ഉണ്ടായിരിക്കുമല്ലോ. 2 ദിവസം ഇവിടെ നിൽക്കും, എല്ലാം പാക്ക് ചെയ്ത് അങ്ങോട്ട് പോകും. 2 ദിവസം അവിടെ നിൽക്കും, അവിടുത്തെ എല്ലാം പാക്ക് ചെയ്ത് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത്തവണ ഞാൻ ഏകദേശം ഒരു 3 മാസം നാട്ടിലുള്ളത് കാരണം ഞാൻ ഷാംപൂ, കണ്ടീഷണർ, യുവിയുടെ മോയ്സ്ചറൈസിങ് ലോഷൻ, അതേപോലെ തന്നെ അവൻ്റെ വാഷ് ജെല്ല്, അതൊക്കെ ഞാൻ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇവിടെ വെക്കാനും ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനും, പാക്ക് ചെയ്ത് കൊണ്ടിറക്കണ്ടല്ലോ എന്ന്. അപ്പോൾ അവിടെ ഞാൻ വന്ന ഉടനെ പെട്ടിയെല്ലാം അൺപാക്ക് ചെയ്ത് എൻ്റെ ഒരു ഷാംപൂവും കണ്ടീഷണറും അവിടെ വെച്ചു. ഒരു ഷാംപൂവും കണ്ടീഷണറും ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് അവിടുന്ന് എങ്ങനെ കുളിച്ചിട്ട് എൻ്റെ മുടി വൃത്തിയാവുന്നില്ല, ഒന്നിങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറ്റിയത്, ഇനി ഹ്യൂമിഡിറ്റിയുടെ ഡിഫറൻസ് കാരണം എന്തെങ്കിലും പറ്റിയതാണോ, വെതർ മാറിയതിൻ്റെ ആണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നുമല്ല. ഞാൻ 2 കണ്ടീഷണറാണ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്, 2 ഷാമ്പൂവാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. എങ്ങനെ പരിപാടി അവസാനിപ്പിച്ചാൽ ഇത് ചീറ്റി പോകുകയാണല്ലോ. ഇനി ഇവിടുന്ന് ഒരു ഷാമ്പൂ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി അവിടുത്തെ ഒരു കണ്ടീഷണർ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോയിക്കണം എന്നൊക്കെ ഓർക്കുമായിരിക്കും. ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയോ, കഴിഞ്ഞ തവണ തൊട്ട് ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എത്തുന്ന സമയമാകുമ്പോഴേക്കും നമ്മളിവിടെ ഹെൽപ്പിന് ഒരാളെ വേണ്ടി വെക്കാറുണ്ട് കേട്ടോ. കംപ്ലീറ്റ്ലി അങ്ങനെ യുവീനെ നോക്കുക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, അത് മാത്രമായിട്ടല്ല. ഒരു 2 വീട്ടിലും പോകുമ്പോൾ നമ്മോടൊപ്പം വന്നിട്ട് അമ്മമാരൊക്കെ ഒരു കൈത്താങ്ങായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ വെക്കാറുണ്ട്. എൻ്റെ അവിടെ ഉണ്ടല്ലോ അമ്മ കുറച്ച് ഫുള്ളാണ്. അപ്പം അമ്മ റിട്ടയർ ആയിരുന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് കയ്യിന് എന്താ പറയുക സ്പോണ്ടിലൈറ്റീസോ അങ്ങനെ അമ്മയ്ക്ക് കുറച്ചൊരു പ്രശ്നം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫിസിയോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് തറവാട്ടിൽ അമ്മമ്മയ്ക്ക് പ്രായമായതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും അങ്ങോട്ട് പോകേണ്ട ഒരാവശ്യം വരാറുണ്ട്. പിന്നെ അതേപോലെ അച്ചമ്മയ്ക്കും ഇപ്പോൾ പ്രായമായതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഞാൻ വരുന്നതിൻ്റെ തലേന്നാണ് അച്ചമ്മ വീട്ടിൽ നിന്ന് പോയത്.
അപ്പം അമ്മ ഭയങ്കര ഫുള്ളായിട്ടുള്ളതുപോലെ എനിക്ക് തോന്നുന്നു, എപ്പോഴും പണി 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 എന്നുള്ളത് പോലെ. അപ്പം എനിക്ക് തോന്നി ഇപ്പം ഞാനും വിഷ്ണുവും യുവി ആണെങ്കിലും വീട്ടിൽ എക്സ്ട്രാ ആൾക്കാർ നിൽക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങളും പണികളും ഒക്കെ കൂടുമല്ലോ. ഞാനിവിടെ വന്നിട്ട് നമുക്ക് ഞാനും കുറച്ച് വർക്ക് ചെയ്യാൻ കൂടുതൽ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും വരിക. അപ്പോൾ എനിക്കാണെങ്കിൽ എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മീറ്റിങ്സും ഒക്കെ ആയിട്ട് കുറേ പരിപാടി ഉണ്ടാകുമ്പോൾ ഞാൻ വിചാരിക്കുന്ന അത്ര ഒരു ഹെൽപ്പ് എനിക്ക് അമ്മയ്ക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ചൊരു സൊല്യൂഷനായിരുന്നു, നമുക്ക് ഹെൽപ്പിന് ഒരാളെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ഇത് എന്നുള്ളതല്ല, എപ്പോഴും ഒരു ആവശ്യത്തിന് നമുക്ക് ഇപ്പോൾ കുറച്ച് നേരം യുവീനെ പിടിക്കുകയാണെങ്കിൽ യുവീനെ പിടിക്കുക, കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായി മുറിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് മൊത്തത്തിൽ വീട്ടിലൊരാൾ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ തവണ ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്തവണ നമ്മളിത് ചെയ്തു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമ്മമ്മയ്ക്ക് പ്രായമായതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുളിപ്പിക്കാൻ കൊണ്ടുപോകാനും, അമ്മമ്മയ്ക്ക് ഒരാളുണ്ട് ഇവിടെ, പക്ഷെ എന്നാലും കുളിപ്പിക്കാൻ കൊണ്ടുപോകാനും ടോയ്ലറ്റ് പോകാനും ഒക്കെ 2 ആൾക്കാർ ആവശ്യം. അപ്പോൾ അമ്മ കംപ്ലീറ്റ്ലി ഇവിടെയും ഫുള്ളാണ്. അപ്പോൾ അത് ഒരു ഹെൽപ്പായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ദീമേമ പറയാറുള്ളത് പോലെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഹെൽപ്പും നമ്മൾ എടുക്കണം. ഞാനത് പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാട്ടോ. ഉള്ള സഫറിങ് മുഴുവൻ നമ്മളെടുത്ത് എല്ലാം കൂടെ നമ്മൾ ചെയ്തെത്തി അറ്റം മുതൽ ഈ അറ്റം വരെ എത്തിക്കഴിഞ്ഞാൽ ഒരു അവാർഡ് നമുക്ക് എവിടുന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. നമുക്ക് തിരക്കുകൾ കൂടുന്ന സമയത്ത്, നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാനുള്ള സമയത്ത് കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനൊക്കെ ഹെൽപ്പിന് വെക്കാൻ പറ്റുമോ അതിനൊക്കെ നിങ്ങൾ ഹെൽപ്പിന് വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ ജോലിക്ക് വരുന്ന ആൾക്കാർക്കൊരു ജോലിയാണ്, ശമ്പളമാണ്, നല്ലൊരു കാര്യമാണ്. നമുക്കും അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഓരോരുത്തരും അവരുടെ ജോലി ചെയ്താൽ നമുക്കും കുറച്ചു നേരം വെറുതെ ഇരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. മുന്നത്തെ സമയത്തുണ്ടല്ലോ എന്താ പറയുക, ഇങ്ങനെ കിച്ചണിൽ കുക്ക് ചെയ്യാൻ വേണ്ടി ഒരാളെ വെക്കുക, വീട്ടിൽ പണിക്കൊരാൾ വരിക എന്നുള്ളതൊക്കെ മുന്നേ ഞാൻ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഓരോരോ ആൾക്കാർ ചിലപ്പോൾ വീട്ടിൽ 2-3 ആൾക്കാരൊക്കെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ വെക്കുന്നുണ്ടായിരിക്കും. അവർക്ക് കുക്ക് ചെയ്യാൻ ഒരാളുണ്ട്, അവർക്ക് ക്ലീൻ ചെയ്യാൻ ഒരാളുണ്ട് എന്നുള്ളത് ഇങ്ങനെ ചുമ്മാ എൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ അടക്കം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ക്വാളിറ്റി അല്ലാത്ത രീതിയിൽ തുടക്കത്തിലൊക്കെ ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നത്. പിന്നെ എനിക്ക് തോന്നി ഈ പറഞ്ഞ പോലെ ഉള്ള ഇത് മുഴുവൻ നമ്മൾ ഏറ്റെടുത്ത് അറ്റം മുതൽ ഈ അറ്റം വരെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് തീർച്ചയായും ഇത് ചെയ്യാം. ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ അത്രയും സഫർ ചെയ്യുന്നത്? സഫറിങ്ങിന് നമ്മൾ ഒരു അവാർഡും നമുക്കാരും തരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയാക്കി കൊടുക്കാൻ പറ്റുന്ന പണികളൊക്കെ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ജീവിക്കുന്നതിനോട് യോജിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ജീവിതത്തിൽ കുറേയൊക്കെ സമാധാനം, അടിച്ചുപൊളിയൊക്കെ നമ്മൾ നല്ല പ്രയോറിറ്റി കൊടുക്കണം. കാരണം എല്ലാവർക്കും ഈ ഒരു ജീവിതമേ ഉള്ളൂ. ഒരു 70-75 വയസ്സാവുന്നത് വരെ ഉള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കും ഇതെവിടെയൊന്നും പ്രൂവ് ചെയ്യാനൊന്നുമില്ല. ഞാൻ എപ്പോഴും എൻ്റെ അമ്മ അടുത്ത് പറയുന്ന കാര്യമാണ്, നമുക്കിപ്പോൾ ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളും, അതെന്ത് ചെയ്യും, ഇതെന്ത് ചെയ്യും, മറ്റേന്ത് ചെയ്യും, മറിച്ചെന്ത് ചെയ്യും, ഇതെടുത്ത് വെക്കേണ്ട ചിൽ. 70-80 ഇയേഴ്സ് അത് കഴിഞ്ഞ് അതൊന്നും എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ സന്തോഷത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് വേറെയുള്ളവരെ നമ്മുടെ ചുറ്റുള്ള സന്തോഷം നമ്മുടെ സന്തോഷം തന്നെയാണല്ലോ. ഞാൻ എന്തിനാ ഈ കവലപ്രസംഗം ഇവിടെ നടത്തുന്നത്? ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഉപദേശങ്ങളാണ് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാറ് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അമ്മേനെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് എന്താ കൂടുതൽ നേരം സംസാരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോരോ ഉപദേശങ്ങൾ കൊടുത്ത് അമ്മേനെ എൻ്റെ ലൈനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. ശരിയായ ലൈനാണെന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു ലൈൻ ഈ ഒരു ലൈനാണ്. അപ്പോൾ അമ്മയുടെ ഒരുപാട് ടെൻഷൻസ് കാണുമ്പോൾ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഈ ഒരു ലൈനിൽ കൊണ്ട് ശാന്തി, സമാധാനം, ചിൽ എന്നുള്ള മോഡിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനെന്നാ താഴെ പോട്ടെ. അമ്മ യുവിക്ക് ഫുഡ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താഴെ പോയിട്ട് നമുക്ക് നോക്കാം. ചലോ. എനിക്ക് യുവിക്ക് ബോണ് നമ്മൾ വാങ്ങിയിട്ട്, അതായത് മട്ടൻ്റെയും ബീഫിൻ്റെയും ഒക്കെ ബോൺ ഉണ്ടായിരിക്കുമല്ലോ, അത് വാങ്ങി കുക്ക് ചെയ്ത് അതിൻ്റെ അകത്തെ ബോൺ മാരോ എനിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അവിടുന്ന് എനിക്ക് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് കാര്യങ്ങളെല്ലാം കിട്ടിയില്ല. നമ്മൾ മുൻകൂട്ടി പറഞ്ഞു വെക്കുകയൊക്കെ വേണമെന്നാണ് പറഞ്ഞത് ചില ഷോപ്പിൽ, പക്ഷെ എനിക്കത് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇന്നലെ ലുലു പോയിട്ട് നമ്മൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം അവന് മീൻ ഞാൻ ഇതുവരെ അങ്ങനെ സാമൺ അല്ലാതെ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് മത്തിയൊക്കെ കൊടുത്ത് ഒന്ന് പരിശീലിപ്പിച്ചെടുക്കേണ്ട ഒരാവശ്യമുണ്ട്. അവിടെയാണോ? ആണോ? എന്തായിരുന്നു യൂഷമ്പയുടെ ലഞ്ചെന്ന്? ചോറ്, പിന്നെ മത്തൻ, ക്യാരറ്റ്, ചിക്കൻ. വാവ്, ന്യൂട്രീഷ്യസ് ലഞ്ചായിരുന്നല്ലോ യൂഷമ്പ. വരൂ. ഊഷിയുടെ ഫുഡ് കഴിഞ്ഞു. ഇനി നമ്മുടെ ഫുഡാണ്. ചിക്കൻ റോസ്റ്റ്, ചോറ്, അച്ചാറ്. അമ്മ എന്തോന്ന് തുറക്കോ? പയറുപ്പേരി ഉണ്ടായിരുന്നു, മാങ്ങാച്ചാർ.
ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം. നമ്മൾ ഇങ്ങോട്ട് വന്ന ദിവസം അമ്മ ഒരു ലഞ്ച് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഗംഭീര ലഞ്ചായിരുന്നു അത്. ഇങ്ങോട്ട് വരുന്ന ദിവസം ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയതായിരുന്നു. പക്ഷേ ആകെ മൊത്തം ലേറ്റ് ആയിട്ട് പിന്നെ വീഡിയോ അങ്ങോട്ട് ശരിയായില്ല. അതുകൊണ്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കുമ്പോഴേക്ക് അന്നത്തെ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് നിങ്ങൾ കണ്ടിട്ട് വരൂ. അപ്പോഴേക്ക് ഞങ്ങൾ ഊണ് കഴിച്ച് റെഡി ആയിരിക്കാം. അല്ല ഉഷാ, മാങ്ങാച്ചാർ ഫ്രിഡ്ജിൽ ഞാൻ കണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തേന്ന് കുറച്ച് നേരം ഇന്നലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ ഞാൻ എണീറ്റപ്പോൾ തൊട്ട് ആക്ച്വലി വ്ളോഗ് എടുത്ത് തുടങ്ങിയായിരുന്നു. പക്ഷെ ചില ദിവസം നമ്മൾ എടുത്തു തുടങ്ങിക്കഴിഞ്ഞാലും നമുക്ക് അതേ ഒരു എനർജിയിൽ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ നിന്ന് പോയൊരു വ്ളോഗാണിത്. എന്നാലും വളാഞ്ചേരിന്ന് കോഴിക്കോടിലെത്തിയതൊക്കെ ഒരു വിശേഷം ഈ ഒരു വ്ളോഗ് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനൊരു ഡയപ്പർ കാഡി ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈസിലി എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതാണ്. നമ്മൾ 2 വീട്ടിലോട്ടും കൊണ്ടുപോകുന്നത്. ഡയപ്പർ ബാഗ് നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രമേ തുറക്കുള്ളൂ. അത് ഫുൾ ടൈം പാക്ഡ് ആയിരിക്കും. അല്ലാത്തപ്പോൾ 2 വീട്ടിലോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡയപ്പർ ആക്ച്വലി ഇവിടെ നിന്ന് വാങ്ങിയാൽ മതി. എന്തായാലും ഡയപ്പർ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഡയപ്പർ, അവൻ്റെ വാട്ടർ ബോട്ടിൽ, അങ്ങനത്തെ ബേസിക് സാധനങ്ങളെല്ലാം വെച്ചിട്ട്. യൂഷി എവിടെ ഇരിക്കണേ? യൂഷി എവിടെ ഇരിക്കണേ? യൂഷി എവിടെ ഇരിക്കണേ? നെറ്റിയിലൊരു വലിയ പൊട്ടുണ്ടല്ലോ. പുട്ടും കടലയാണ് നമുക്കിന്ന് പ്രഭാത ഭക്ഷണം. നമ്മുടെ കടലക്കറി നല്ലതാട്ടോ. സത്യം പറഞ്ഞാൽ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. പക്ഷേ മുന്നേ നമ്മൾ എന്നും സ്ഥിരം ഒരേ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ആ ടേസ്റ്റിനോടൊരു താല്പര്യക്കുറവും മറ്റ് ടേസ്റ്റിനോടൊരു താല്പര്യം ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഒരു കാര്യം എനിക്കുണ്ടായിരുന്നു. എനിക്ക് സ്ഥിരമായിട്ട് നമ്മുടെ കടലക്കറി പോരാ, നമ്മുടെ ഇഡ്ഡലി പോരാ, നമ്മുടെ പുട്ട് പോരാ, നമ്മുടെ ദോശ പോരാ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് കളത്തിലിറങ്ങി അടുക്കളയിൽ കയറി തുടങ്ങി നമ്മുടെ തന്നെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ശരിക്കും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് മനസ്സിലായത്. പക്ഷെ മുന്നേ നമ്മളങ്ങനെ പറഞ്ഞ് ശീലിച്ചത് കാരണം ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ചൊറിയാറുണ്ട്, ഇടയ്ക്ക് ഇതേപോലെ ഇന്ന് പറയാറുണ്ട്. നമുക്ക് മുഴുവൻ നമുക്ക് അമ്മമാരെ അങ്ങോട്ട് മനസ്സുകൊണ്ട് പൂർണ്ണമായി അപ്രീഷിയേറ്റ് ചെയ്യുമെങ്കിൽ നമുക്കൊരു ചൊറി ഉണ്ടാവുമല്ലോ. രാവിലെ നീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പാക്ക് ചെയ്യാൻ തുടങ്ങിയെന്നുണ്ടെങ്കിലും അവസാനം 1ഉം 2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെച്ചും പറഞ്ഞൊക്കെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയി കേട്ടോ. ഒരു 1:30 ആകുമ്പോഴേക്ക് ഇവിടെ എത്തണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇറങ്ങി വന്ന് ഇവിടെ എത്തിയപ്പോഴേക്ക് 2:15 അമ്മയും അച്ഛനും കൃത്യസമയത്ത് ലഞ്ച് കഴിക്കുന്ന ആൾക്കാരാണല്ലോ. അവർ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഗംഭീര ഊണായിരുന്നു കേട്ടോ ഇന്ന്. വിഷ്ണുവിന് വേണ്ടി സാമ്പാറും ബീഫ് റോസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി ആവോലി വറുത്തതും പിന്നെ അതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയില്ലേ, മാങ്ങയുടെ അച്ചാറും എല്ലാം കൂടെ കൂട്ടി കഴിച്ചപ്പോൾ എന്തൊരു സ്വാദായിരുന്നു എന്നറിയോ. 2 കാര്യം വിട്ടുപോയി. നല്ല ചീരയുടെ ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ കാന്താരി സുർക്കയിലിട്ടതില്ലേ വിനീഗറിൽ, അതും ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടാക്കിയ ഓരോ ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പ്രത്യേകിച്ച് ആ ബീഫ് ഫ്രൈ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ പറയുന്ന പോലെ വിശപ്പാണല്ലോ രുചിയുടെ രഹസ്യം. നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്ന കാരണം എനിക്കിവിടെ വന്നിട്ട് കഴിച്ച ഏറ്റവും നല്ല അടിപൊളി മീലൊക്കെ ആയിട്ട് തോന്നിയായിരുന്നു. ഞാനത് പറഞ്ഞുകൊണ്ടാണ് നല്ലോണം കുഴച്ച് കഴിക്കുന്നുണ്ടായിരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പുറത്ത് കുറച്ച് പണികളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന്. അച്ഛൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് വിഷ്ണുവിനെ വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ബൈ ദ വേ, എൻ്റെ ഈ കുർത്ത എങ്ങനെയുണ്ട്? ഇത് എവിടുന്നാ വാങ്ങിയെന്ന് റീൽസിൽ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് എൻ്റെ തന്നെ ഒരു ചെറിയ സൃഷ്ടിയാണ്. മുന്നേ എനിക്കിങ്ങനെ തുണി എടുക്കുക, അത് പല പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പിന്നെ അതൊക്കെ ഇടയിൽ വെച്ച് നിർത്തി വെച്ചായിരുന്നു. ഇത് തുണി നമ്മൾ ഇങ്ങനെ തന്നെ ഡൈ ചെയ്തെടുത്തതാട്ടോ. അപ്പോൾ അതാണ് ഈ കുർത്തയുടെ പിന്നിലെ കഥ. ഈ മുരിങ്ങടലയും പരിപ്പും കൂടെയാണോ അമ്മ? ഞങ്ങൾക്ക് മലപ്പുറംകാർക്ക് ഒരു സാധനമുണ്ട്, താളിപ്പ്. കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ, കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒരു പച്ചമുളക് കീറിട്ടിട്ട് അതിൽ മുരിങ്ങടല ഒന്ന് വാട്ടിയെടുക്കും, ചീരയും വാട്ടും, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും അവസാനം. നല്ല ടേസ്റ്റാണ്. ഒന്നുമില്ല, പക്ഷെ നല്ല അല്ല, അത് നമ്മൾ ചോറിനായിട്ട് കൂട്ടിയിട്ട് ആ മുളക് ഉടച്ച് കഴിക്കുമ്പോൾ ആ കഞ്ഞിവെള്ളത്തിന്റെ ചൊയ്യും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ്. അല്ല അമ്മ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടോ. അല്ല അമ്മ വരുമ്പോൾ ഉണ്ടാക്കാറ്. ഞങ്ങക്ക് താളിപ്പ് മെയിൻ സാധനമാണ്. ഞങ്ങൾ കോഴിക്കോടേക്ക് ഇങ്ങോട്ട് വിട്ടപ്പോ നിങ്ങൾക്ക് താളിപ്പില്ല അല്ലേ? 1 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ അമ്മ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കും. കഴിച്ചതിന് ചെറുതായി നമ്മൾ ടേബിളും കിച്ചണും ഒക്കെ ക്ലീൻ ചെയ്തു. ഇവിടെ വന്നിറങ്ങിയതിന് ശേഷം നാടിൻ്റെ കാറ്റടിച്ചപ്പോൾ യുവിക്ക് വന്നൊരു വലിയ മാറ്റമുണ്ട് കേട്ടോ. എങ്ങോട്ടും യുവി പോവില്ല, ഫുൾ ടൈം യുവി എൻ്റെ അടുത്ത് തന്നെയാണ്. വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരെ ആലോചിച്ച് ചിന്തിച്ച് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് പോകാൻ അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു എല്ലാം ഇപ്പോൾ ഒരു ചേഞ്ചല്ലേ ഉണ്ടായത്. അപ്പോൾ അത് മുഴുവൻ അങ്ങോട്ട് ആ ഒരു അമ്പരപ്പ് മാറിയിട്ടില്ല.
കൊട്ടിക്കോളൂ. നേരത്തെ പറഞ്ഞില്ലേ ഒരു സെറ്റ് സാരി എടുക്കാൻ വേണ്ടി പോണെന്ന്. അപ്പൊ അതിന് ഞാനും അമ്മയും കൂടെ പോവാൻ റെഡി ആയിട്ടുണ്ട്. അമ്മ കാറിലാ സ്കൂട്ടറിലാ പോണം? ആ ഇനി തുറക്കട്ടെ. ഇന്നലെയും മിനിയാന്നും നല്ല പൊരിഞ്ഞ വർക്കൗട്ടായിരുന്നേ, അതുകൊണ്ട് കാലൊന്നും ഇപ്പോഴും അങ്ങോട്ട് ശരിയായിട്ടില്ല. നടക്കുമ്പോഴൊക്കെ നല്ല പെയിൻ ഉണ്ട്. വരുമ്പോ നമ്മൾ ഗുരുവായൂർ പോകാറുണ്ട്. പക്ഷെ ഇത്തവണ വന്ന ഉടനെ തന്നെ പോവാന്നുള്ളത് ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് അടുത്ത ശനിയാഴ്ച ഗുരുവായൂർ. അമ്മ വരുന്നുണ്ടോ? തീരുമാനമില്ല. അമ്മമ്മ ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ അമ്മമ്മേനെ രാവിലെ പോയിട്ട് രാത്രി വരും. പക്ഷെ എന്നാലും അത്ര നേരം മാറി നിൽക്കാനുള്ള ഒരു ഫുൾ അറേഞ്ച്മെന്റ് അമ്മയ്ക്ക് ചെയ്യാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. അതെ, അമ്മമ്മ ഇപ്പൊ 2 മാസമായിട്ടാണ് അമ്മമ്മയ്ക്ക് ഇത്ര ബുദ്ധിമുട്ടായി തുടങ്ങിയത്. ഞങ്ങളിവിടെ ബ്ലോക്കിൽ കൂടി നിൽക്കുമ്പോഴാണ് അമ്മ വിലയേറിയ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തത്. ദേവാസുരത്തില് ഫീമെയിൽ ക്യാരക്ടറിന്റെ അല്ലേ, അവരുടെ വീടാണത്. അത് ശരിക്കുണ്ടായ കഥ മംഗലശ്ശേരി നീലകണ്ഠൻ മുഴുവൻ അതുപോലെ അല്ലെങ്കിലും ഇൻസ്പയർഡ് ആണെന്നല്ലേ? ആ ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആണോ? രാജേട്ടനാണ് പേര്. അപ്പൊ ഇതാണ് അവരുടെ വീട്. ഈ ഒരു ഏരിയ മുഴുവൻ അവരുടെ ആയിരുന്നോ? ഈ വീട്, ഈ പ്ലോട്ട് അവരുടെ ആയിരുന്നു. അത് അവർ കൊടുത്താൻ തോന്നുന്നു എനിക്ക്. ഞാനിങ്ങനെ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ആൾക്കാരൊക്കെ എൻ്റെ ഒരു കംഫർട്ടബിൾ സ്പേസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വലിയ എക്സ്പീരിമെൻറ്റ്സ് ചെയ്യാത്ത ഒരാളാട്ടോ. ഇവിടെ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നക്ഷത്ര ഡിസൈൻസ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയാം, ഞാൻ എൻ്റെ അധിക കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് കൊടുക്കാറ്. അഞ്ജലിനെ വിളിച്ചപ്പോൾ ഇവിടെ തന്നെ മൾക്കോട്ടൻ്റെ കളക്ഷൻസും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സാരിയും ബ്ലൗസും പിന്നെ അവർക്ക് തന്നെ ഇപ്പോൾ അവരുടെ ജ്വല്ലറീസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ തന്നെ എടുത്ത കേട്ടോ. ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ബ്ലൗസ് എനിക്ക് നല്ല കോംപ്ലിമെൻറ്റ്സ് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ നല്ല പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും. എന്താ കലിപ്പില് ഈ ഒരു ജ്വല്ലറി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് ജ്വല്ലറീസ് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. അതേപോലെ തന്നെ കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ കാണുന്ന എല്ലാം അവർ റെന്റലായിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ജ്വല്ലറീസ് ആണ്. എനിക്ക് എന്തായാലും ഗുരുവായൂർ പോകാൻ വേണ്ടി ഇത്ര ഹെവി ആയിട്ടുള്ള ജ്വല്ലറിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയും കമ്മലും ഇവിടെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കുറച്ച് നേരം ഞാനും അമ്മയും SM സ്ട്രീറ്റിൽ കൂടെ പോലാത്തി. ഒരു പ്രത്യേക ഫീലല്ലേ SM സ്ട്രീറ്റിൽ. ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടപ്പോൾ. നമ്മൾ SM സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു അമ്മേനെ ഇൻസ്പയർഡ് ആയിട്ട് ഡ്രൈവിംഗ് പഠിച്ചു എന്നല്ലേ. അതൊരു ഭയങ്കര എനിക്ക് നമ്മുടെ മുഖത്ത് അഭിമാനം ഞാനപ്പോ തിരിച്ചറിഞ്ഞു. പക്ഷെ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് നല്ല കാര്യങ്ങൾ വേറുള്ളവർ ഇൻസ്പയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു സംഭവമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അടിപൊളി. തിരിച്ച് വീട്ടിലെത്തി. സമയം 6 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു അമ്പലമുണ്ട്. ഈ മാവ് കാരണം നിങ്ങൾ കാണാത്തതാട്ടോ. തൊട്ട് ബാക്കിൽ ഒരു അമ്പലമുണ്ട്. അപ്പോൾ വൈകുന്നേരമായ നല്ല രസമാണ്. അമ്പലത്തിലെ പാട്ട് ഇങ്ങനെ ഭയങ്കര രസത്തിൽ നമുക്കിങ്ങനെ കേട്ട് ചെറിയ കടലിൻ്റെ പടിഞ്ഞാറുന്നുള്ള കാറ്റൊക്കെ കൊണ്ട് ഇവിടെ നടക്കാൻ ഒരു പ്രത്യേക ഫീലാണ് ഈ മുറ്റത്ത്. ഈ മുറ്റത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. സന്ധ്യാസമയത്ത് യുവീനെയും കൊണ്ട് പുറത്ത് നിന്നാൽ കൊതുകുകളുടെ എണ്ണം കൂടും കേട്ടോ. ഇപ്പം ഇങ്ങനെ കൊതുവായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഇവനെയും കൊണ്ട് പുറത്ത് നിന്നിട്ട് അകത്ത് പോകാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ കുഞ്ഞു കാര്യം കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഒരു ചെറിയ സന്തോഷം. യുവി ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ച് നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നടക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൗച്ചിൻ്റെ ഒരെൻഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ പിച്ച വെച്ച് പോകുന്നത് കാണാം. ഇപ്പോൾ കൈ പിടിച്ചിട്ടും ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ബാക്കിലോട്ട് നടക്കുമ്പോൾ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് ആ പിള്ളേരൊക്കെ വളരുന്നതല്ലേ. ഇവൻ ഓരോ പുതിയ കാര്യം ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. പക്ഷെ അതേസമയം ചെറിയൊരു വിഷമം തോന്നും കേട്ടോ. ഇത്ര പെട്ടെന്ന് ആ സമയം കഴിഞ്ഞല്ലോ എന്നുള്ളത്. കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാനുണ്ട് അല്ലേ? എന്താണ് പറഞ്ഞോളൂ. യുവി കോഴിക്കോടെത്തി. നല്ല തണുത്ത കാറ്റാണ്. നല്ല രസമുണ്ട് ഇവിടെ. മഴയാണെങ്കിലും ചൂടുണ്ട്. യുവിനെ നല്ലോണം കൊതു കടിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു ശരീരത്തിൽ ഒരു 5-6 തവണ കൊതു കടിച്ചു. ഒരു ഗ്യാസ് വന്നു യുവിക്ക് ഇപ്പോൾ. ആണോ? എന്നാ പറയൂ ബാക്കി എന്തൊക്കെയാണ്. ബാക്കി നല്ല സുഖമാണ് ഇവിടെ. അച്ചമ്മയും അച്ചച്ചിയൊക്കെ ഗുഡാണ്. വെല്ലച്ചിയും അമ്മമ്മയൊക്കെ ഗുഡാണ്. യുവി എല്ലാവരെയും കണ്ടു വരുന്നേ ഉള്ളൂ. യുവി ഇനി കുറച്ച് ദിവസം നാട്ടിലാണ്. യുവിയുടെ ബർത്ത്ഡേ ആണ് ജൂലൈയിൽ. എല്ലാവരും വരണം. യുവിനെ ബ്ലസ് ചെയ്യണം എല്ലാവരും. യുവിയുടെ ബർത്ത്ഡേ ആണ് അല്ലേ? യുവിനെ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണം. പറയൂ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. യുവിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണോ? ടാറ്റ ടാറ്റ.
കേട്ടോ. ടാറ്റ, നമുക്ക് കാണാന്ന് പറയും. ആ എന്താണ് എന്താണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി അരമണിക്കൂറിൽ പിക്കപ്പ് ചെയ്തോളാം. വിഷ്ണുവിന് ഭയങ്കര നൊസ്റ്റാൾജിയുള്ള കടകൾ, ഒന്ന് പാരഗൺ, ഒന്ന് ടോപ്പ് ഫോമും അല്ലേ. പാരഗണിൽ മുന്നേ വിഷ്ണു ഞായറാഴ്ചയാണ് അമ്മ സമ്മതിക്കുക ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാൻ. അപ്പൊ ബസ്സിൽ പോയിട്ട് അല്ലേ ചില ഞായറാഴ്ചകൾ മാസത്തില് 1 അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴായിരിക്കില്ല. അപ്പോൾ വിഷ്ണു ബസ്സിൽ പോയിട്ട്, വിഷ്ണുവിന് ഫുഡ് ഭയങ്കര ഇഷ്ടമാണല്ലോ, അപ്പോൾ ബസ്സിൽ പോയിട്ട് പാരഗണിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് തിരിച്ച് ബസ്സിൽ വരും. ആ മണം ആ ബസ്സിൽ മൊത്തമാവും. മണല്ല, പാക്കറ്റിന് ചൂട് ആൾക്കാർക്ക് പൊള്ളും, എന്നെ ചീത്ത വിളിക്കും. പക്ഷെ അത് വിഷയമല്ല, വീട്ടിൽ കൊണ്ട് ബിരിയാണി കഴിക്കുമ്പോൾ ചീത്തയുടെ ചൂട് മറക്കും. പിന്നെ ടോപ്പ് ഫോം അല്ലേ, ഒന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു അല്ലല്ല, അൽഫാം കിട്ടുന്ന ഒരു കട ഇവിടെ തന്നെ ഉള്ളത്. വിധു വരുമ്പോൾ ഓർഡർ ചെയ്യാറുള്ളത് അവിടെ നിന്നാണുള്ളത്. അല്ലാതെ ഏതാ? അങ്ങനെ ചെറുതായി ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ ഈ ദിവസം എല്ലാം അവസാനിപ്പിക്കുകയാണ്. നാളെ കഴിഞ്ഞ് നമ്മൾ വളാഞ്ചേരിയിലോട്ട് തിരിച്ചു പോകട്ടോ. അവിടെ 1-2 കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. യുവിക്ക് ആക്ച്വലി നാട്ടിൽ വന്നിട്ട് കുറച്ച് ഇത്തവണ ബുദ്ധിമുട്ട് കൂടുതലാണ്. ചൂടും അതേപോലെ തന്നെ കൊതുവും, മൊത്തത്തിൽ അവന് മനസ്സിലായ കാര്യങ്ങളെല്ലാം മാറും. അന്തരീക്ഷവും ആൾക്കാരും ഒക്കെ മാറിയില്ലേ, അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ശരിയാവുമായിരിക്കും, ഒരു അഡാപ്റ്റബിലിറ്റി ഇഷ്യൂ. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ, ബൈ. പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.